അങ്ങനെ അതിലൊരു തീരുമാനം ഉണ്ടായി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി അൺബോക്സ്ഡ്. അപ്പോൾ എന്താണെങ്കിലും സമാധി ഇരുന്ന സ്ഥലം തുറന്നു നോക്കിയപ്പോൾ ഗോപൻ സ്വാമികൾ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, കൂടുതൽ മാജിക് ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇനി സ്വാമിക്ക് വരാൻ പശു ഇരുന്ന് കഴിഞ്ഞാൽ സീൻ മാറും. ഇല്ല, ഇനി സ്വാമി അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും സീൻ മാറും. ഇനിയിപ്പോൾ അവിടെ സ്വാമി ഉണ്ട്. ഇനിയാണ് ഡബിൾ സീൻ വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടത് സമാധി, നാളെ നടക്കാൻ പോകുന്നത് മഹാസമാധി. ചേട്ടാ, നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് എല്ലാം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. അച്ഛൻ നല്ല തേജസ്സോട് കൂടി ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ്. ആ സമാധിയെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിൽ മക്കളെന്നുള്ള എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ടോ അവരെ മേൽ സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. നാളെ മഹാസമാധിയോടനുബന്ധിച്ച് നമ്മുടെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് മഹാസമാധിയായിട്ട് സാർ, അതിന്റെ എങ്ങനെയാണ് നടക്കാൻ സാർ പറയണം. മിക്ക മഠങ്ങളിൽ നിന്ന് സന്യാസികൾ വരും. അവരുടെ അഭിപ്രായ പ്രകാരം ഒരു മഹാസമാധി ചടങ്ങുകൾ നടക്കും 3 മുതൽ 4 മണി വരെ വൈകുന്നേരം. സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മഹാസമാധിയാകും ഏകദേശം ഒരു 12 മണിക്കകത്ത് നിംസിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു അവഹേളനം സംഭവിച്ചിട്ടുണ്ട്. സ്വാമി സമാധി അത് നാളെ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കും. പൊതുസമൂഹം മൊത്തം അല്ല അത് കേരളത്തിന്റെ ഒരു പരിപാടിയാക്കി വരുന്നുണ്ട്. 12-12:30 സമയം കുറച്ചാളുകൂടി വരാനുണ്ട്. ആലോചിക്കാനുണ്ട്. എല്ലാ പൊതുസമൂഹം, എല്ലാ സമൂഹത്തിലെ ഹൈന്ദവരെന്നുള്ള ക്രൈസ്തവര് അങ്ങനെ ഇല്ല, എല്ലാവരും പൊതുസമൂഹം ഒരു മനുഷ്യന്റെ ആഗ്രഹം വർഷങ്ങൾ കൊണ്ട് 10-40 വർഷം സന്യാസ ജീവിതം നയിച്ച് സമാധിയായതിനെ പൊളിച്ചോണ്ട് പോയതിൽ ഒരു രാജാവിനെ സമാധി ഇരുത്തുന്നത് പോലെ നാളെ ഇരുത്തും. അതിൽ ഒരു മതചടങ്ങല്ല, സംസ്കാരപരമായ ചടങ്ങുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളിക്കും. നാളെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആദരവ് അദ്ദേഹത്തിന് കൊടുക്കും. ഇനിയാണ് മക്കളെ ബിസിനസ് നടക്കാൻ പോകുന്നത്. ആക്ച്വലി ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിലൂടെ ഈ പറഞ്ഞ അമ്പലവും അതിൻ്റെ ചുറ്റുപാടും എല്ലാം കൂടി മൊത്തത്തിലൊരു ഭക്തിയിൽ പൊതിഞ്ഞു. ഇപ്പോൾ അച്ഛനെ കൊണ്ടുപോയി സമാധിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അച്ഛനും മനസ്സിൽ ചിലപ്പോൾ വിചാരിച്ചോ ഞാൻ പോയി സമാധി ആയാലും പ്രശ്നമില്ല. വരും തലമുറയ്ക്ക് ഇത് വലിയൊരു അമ്പലമാവണം, കോവിലാവണം, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോയി പൈസ വന്ന് പരിപാടി അതന്നെടി. എന്താണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഡബിൾ പവറായി. ഇവരാദ്യം അച്ഛനെ സമാധി വെച്ച സ്ഥലം ഇനിയിപ്പോൾ അവിടെ കെട്ടിപ്പൊക്കി സ്മാരകം പോലെ അമ്പലം പോലെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ അത് പവർഫുള്ളായി. ആദ്യം വിചാരിച്ചത് ഒരു സ്മോൾ സ്കെയിൽ പരിപാടിയാണെങ്കിൽ ലാർജ് സ്കെയിൽ പരിപാടി. ഓക്കെ, ആദ്യം ലോട്ടറി അടിച്ചു എന്നുള്ള രീതിക്കാണെങ്കിൽ ഇനി ബമ്പർ അടിച്ചു എന്നുള്ള രീതിക്കാവും ഇനി ഇവർക്ക്. എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ഇനി കുറേ ഹിന്ദു മറ്റേ ഗ്രൂപ്പ് ടീമുകൾ, മഹാസഭ, മറ്റേ സഭ, മറിച്ചേ സഭ എന്ന് പറഞ്ഞ ടീമുകളുടെ അവരുടെ വകയുള്ളൊരു എക്സ്ട്രാ പുഷ് എല്ലാ മതത്തിലും ഉണ്ടടി. നടന്നു പോയ ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു ഹാജിയായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് ഇനി കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ നമ്മളെ ഗോപൻ സ്വാമികൾ, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നമ്പർ 1 ദൈവമായിട്ട് മാറാൻ അധികം സമയമൊന്നും വേണ്ട. നാളത്തെ ഒരു ദിവസം മതി. കാരണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ സംഭവം ഉണ്ടായ ആദ്യ ദിവസങ്ങളിൽ വന്ന ആ പൂജാരിയായിട്ടുള്ള മകൻ പിന്നെ നമ്മളെവിടെയും കണ്ടിട്ടില്ല. എനിക്ക് അതിൽ തന്നെ ഒരു ഭയങ്കരമായ ഡൗട്ട് എനിക്ക് അപ്പം തന്നെ അടിച്ചതുണ്ട്. ഇന്നും ഒന്നും അയാളെ കാണുന്നില്ല. നാളെ 3 മണിക്ക് ഉണ്ടോ ഒരു രാജകീയ പ്രവേശനമായിരിക്കും. എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നളയും ചങ്ങായി. ഞാൻ ഇത്ര ദിവസം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ജയിച്ചേന്ന് പറഞ്ഞുള്ള വരവിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിനാണോ എന്നുള്ളതോ അതും വലിയ വ്യക്തമൊന്നുമല്ല. കുറേ മീഡിയാസിലൊക്കെ ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓട്ടോപ്സിയും പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആദ്യ പ്രാഥമിക
നിഗമനമൊക്കെ വന്ന സമയത്ത് വലിയ ദുരൂഹതകളില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടത് ഗോപൻ സ്വാമിയുടെ ശ്വാസകോശത്തിൽ ഭസ്മം കയറി എന്ന സംശയം, തലയിൽ കരിവാളിച്ച പാടുകൾ. ഡോക്ടർ പരിശോധന നടത്തുന്നു. ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവികമെന്ന് വിലയിരുത്താനായിട്ടില്ല. നെയ്യാറ്റിൻകര SHO SB പ്രവീൺ, അന്വേഷണ ഉദ്യോഗസ്ഥൻ. അത് 3 റിസൾട്ട് കിട്ടാനുണ്ട്. ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ റിപ്പോർട്ടില്ല. പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അസ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അതെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും FSL റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ, അതിനുശേഷമായിരിക്കും മറ്റന്വേഷണങ്ങൾ നടക്കും. ബാക്കി അന്വേഷണങ്ങൾ നടക്കും. ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള രീതിയിൽ പോകും. ആദ്യഘട്ടത്തിൽ ഈ 2 മക്കളും അമ്മയും പറഞ്ഞ മുറികളിൽ വൈരുദ്ധ്യമുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. വൈരുദ്ധ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അതിൽ ഏറ്റവും പ്രശ്നം നിൽക്കുന്നത് ഈ ഇദ്ദേഹം തനിയെ നടന്നുപോയി എന്നും അല്ലാതെയും ഒക്കെയുള്ള പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. അത് സ്ഥിരീകരിക്കേണ്ടതല്ലേ ആ വിഷയത്തിൽ, ആ തരത്തിൽ? അത് ശരി, അത് അന്വേഷണത്തിൽ കണ്ടെത്തും. ഓക്കെ, അപ്പോൾ പോലീസുകാർ ഓൺ ട്രാക്കാണ്. അവർക്ക് ഇനിയിപ്പോൾ ഇനി ഏത് രീതിയിൽ ഇവരിനി മഹാസമാധി നടത്തിയാലോ ഇനി ഏത് ഹിന്ദു മഹാസഭ വന്നാലോ ആരും വന്നിട്ടൊരു കാര്യമില്ല. അവർക്ക് അന്വേഷിക്കാനുള്ളത് അവർ കൃത്യമായിട്ട് അന്വേഷിക്കും, കണ്ടുപിടിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയും എന്തൊക്കെയായിരുന്നു ഇവിടെ കേരളത്തിൽ സംഭവിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നുമല്ല, ഒരാളെ കാണാതായി. അയാളെ കൊണ്ടുപോയി ജീവനോടെയാണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല. അയാൾ മരിച്ചോ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുന്നേ കൊണ്ടുപോയോ, അയാളായിട്ട് പോയിരുന്നോ, അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയോ ഒന്നും അറിയില്ല. ആൾ മിസ്സിങ് ആയിരുന്നു. ഇപ്പം ആളെ കിട്ടി. സമാധി തുറന്ന സമയത്ത് വായ ഒളിച്ചിരിക്കുകയായിരുന്നു. കഴുത്തറ്റം മറ്റേ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മമൊക്കെ ഇട്ട് മൂടിയതാണെന്ന് പറയുന്നുണ്ട്. അതിലാരോ കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്ന് പറയുന്നുണ്ട്. കല്ലറ പൊളിക്കാൻ വന്ന ചേട്ടൻ്റെ 6 ടാർപ്പായ ഇതുവരെയായിട്ട് തിരിച്ച് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും നാളെ നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 കാര്യമായിരിക്കും. ഇവിടെ സെയ്കളായിരിക്കും അത്. നാളെ 3 മണി 4 മണിക്കാണ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മഹാഋഷിമാരും മുനിമാരും അടക്കം പലരും വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഒരു ലൈന് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നുള്ളത്. ബേസിക്കലി ആ നാട്ടിൽ അവർക്ക് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആളുകളുടെ വസ്തു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ സമാധിയിൽ നിന്ന് തുടങ്ങിയ പരിപാടി അവിടെ നിന്നത് മാറി അത് എങ്ങോട്ട് പോയി, ഒരു വേറൊരു ലെവലിലേക്ക് പോയി. ഒരു നാട്ടുകാർ മൊത്തം പിന്നെ മീഡിയ ശ്രദ്ധ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ അത് അവിടെ നിന്നും മാറി പിന്നെ അവരത് വർഗീയതയുടെ ലൈന് കൊണ്ടുവന്നു അതിലേക്ക്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുകയാണ് ഇത് സമാധി കാണാൻ ഒരു മനുഷ്യനൊരു എലിക്കുഞ്ഞിനെ പോലും സംഭവിച്ചിട്ടില്ല, ഒരു ഈച്ചനെ പോലും സംഭവിച്ചിട്ടില്ല സമാധി കാണാൻ. ഇനി മഹാസമാധി കാണാൻ നാട്ടിലെ എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വന്നോന്ന്. അവിടെയാണ് ബിസിനസ്സിന് നടക്കാൻ പോകുന്നത്. കഷ്ടം തന്നെ എന്താണെന്നുണ്ടെങ്കിൽ. കുറേ മതം വിൽക്കും, കുറേ ദൈവത്തിന് വിൽക്കും, ഇതുപോലുള്ള പരിപാടികൾ കാണിക്കും. ഇതൊക്കെ കണ്ടിട്ട് ഇനി അയ്യോ അമ്മയെന്ന് പറഞ്ഞ ഓടാൻ ഈ നാട്ടിൽ കുറേ ഉറപ്പിച്ചോ നിങ്ങൾ. ഇതിലൊരു ദുരൂഹതയില്ല. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഇയാളവിടെ പോയിരുന്നിട്ട് മരിച്ചതാണ്, ഇനി മരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചതാണ്, ഇനി എന്താണെങ്കിലും ഇനി അങ്ങോട്ട് ഈ അമ്പലത്തേക്ക് തിരക്കാവുമായിരിക്കും ഇനി വിശ്വാസികളത്. ഇനി ഇതിനിടയിൽ അവിടെ ഇനി ഒരു 4-5 ആൾക്കാർക്ക് മറ്റെന്തെയോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊക്കെയോ കിട്ടിയെന്നോ അല്ലെങ്കിൽ കാര്യം നടന്നു എന്നൊക്കെയുള്ള വേറെ കുറേ തള്ളുകൾ അതിനിടയിൽ വേറെയും കേൾക്കാം. എല്ലാം കൂടി ആവും തോറും ഇവരിപ്പോൾ ഇങ്ങനെ മനസ്സിലായാണ് രക്ഷപ്പെട്ടു എന്നുള്ള മൈൻഡില്ല. അതായിരിക്കും ഇരിക്കുന്നത്. ലോട്ടറി അടിച്ചതെന്ന് കൊള്ള കേരളത്തിൻ്റെ പോക്കം കെട്ടാന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും ആറാട്ടിന് ശേഷം നെയ്യാറ്റിൻകര ഗോപൻ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലായിടത്തും, അൺബോക്സ്ഡ്. ഇതിനിടയിൽ കൂടി ആ കലക്ടറും കയറി പോകുന്നുണ്ട്, സബ് കലക്ടർ. അങ്ങേർക്ക് ഫാൻ പേജൊക്കെ തുടങ്ങിയെന്നാണ് കേട്ടത്. ഒരു ഡ്യൂട്ടി ചെയ്തൊരു മനുഷ്യനാണ്. എല്ലാവരും കൂടി എടുത്ത് തലയിൽ വെച്ച് ഇവിടെ സാധാരണ അതാണ് നടക്കാറ്. മീഡിയ നാട്ടുകാരൊക്കെ എടുത്ത് തലയിൽ വെച്ച് ഇപ്പോൾ തുറന്ന് താഴെ ഇടും. ചെറിയ ചെക്കന നന്നായിട്ട് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ക്രഷ് കിഷ് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളിട്ട് അയാളെ എയർ കയറ്റി ലാസ്റ്റ് വേറൊരു കേസ് കൊണ്ട് എടുത്തിട്ട് കാലുവാരി അടിച്ച് പൊത്താനല്ലേ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്.